ചെല്ലടാ, ചെന്ന് പൊട്ടിക്കട താലി. പൊട്ടിക്കണോ മത്തായി ചേട്ടാ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇനി എന്തോന്ന് ആലോചിക്കാൻ? നീ അങ്ങോട്ട് ചെന്ന് പൊട്ടിക്ക്. ചെല്ല്, ചെല്ലാൻ. തിരിഞ്ഞു കളഞ്ഞ് പോവാം. പോയി പൊട്ടിരാ. ആയുസിന്റെ വലിപ്പം കൊണ്ട് മാത്രമാ ഇത്തവണയോട് രക്ഷപ്പെട്ടത്. പിന്നെ മറ്റൊരത്ഭുതം കൂടി. ഒരുപക്ഷെ ഷോക്കേറ്റത് കൊണ്ടാ. എന്തായാലും അവളിപ്പോ തികച്ചും നോർമലാ. എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നതിന്റെ ഒരു ലക്ഷണവും ഇപ്പൊ അവളില്ല. ഡോക്ടർ, ആ കുട്ടിക്ക് ഭർത്താവിനെ കാണണമെന്ന്. വരും, അകത്തേക്ക് വരും. എവിടെ ഡോക്ടർ? എന്റെ ഭർത്താവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ? മാറിയിട്ടില്ലട ഗോപാലകൃഷ്ണ, ഭ്രാന്ത് മൂത്തട മൂത്തു. വിളിക്കൂ ഡോക്ടർ. അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറ ഡോക്ടർ. മീരെ, എന്തായത്? ഞാനല്ലേ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്? നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്നോ? ഞാൻ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണനോ? ഏത് ഗോപാലകൃഷ്ണൻ? നിന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ. ഇതല്ല എന്റെ ഭർത്താവ്, ഇതല്ല. മീരെ, ഞാനാ നിന്റെ ഭർത്താവ്. നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയാ കിടക്കുന്നത്. നോക്ക്. അയ്യേ, ഇതെങ്ങനെ എന്റെ കഴുത്തി വന്നത്? ആരോട് ചോദിച്ചിട്ടാ ഇതെന്റെ കഴുത്തി കെട്ടിയത്? ആരാ കെട്ടിയതെന്ന്? ബാലകൃഷ്ണ, നമ്മൾ രക്ഷപ്പെട്ടടാ. ഷോക്ക് അടിച്ചപ്പോ അവളെല്ലാം മറന്നടാ. അവൾക്കൊന്നും ഓർമ്മയില്ല. മിണ്ടായിരിക്കേ. മീരെ, സത്യം പറ, നിനക്കൊന്നും ഓർമ്മയില്ലേ? ഞങ്ങൾ ആരെയും നിനക്ക് ഓർമ്മയില്ലേ? ഇല്ല. നീ മീര, അത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ മാന്നാർ മത്തായി, ഇവൻ ബാലകൃഷ്ണൻ. ഇത് നിന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ. എന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ? സത്യമായിട്ട് ഇയാൾ എന്റെ ഭർത്താവല്ല. എന്റെ ഭർത്താവിന്റെ പേര് ഗോപാലകൃഷ്ണൻ ഒന്നും അല്ല, മഹേന്ദ്രവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മഹേന്ദ്രവർമ്മ? ബാംഗ്ലൂരിൽ മീര ഗാർമെന്റ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് ഉടമ മഹേന്ദ്രവർമ്മയാണ് എന്റെ ഭർത്താവ്. കല്യാണം കഴിഞ്ഞ് 3 മാസം പോലും തികയുന്നതിന് മുമ്പാ എനിക്ക് അവളെ നഷ്ടപ്പെട്ടത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന 4th അവന്യൂവിൽ എനിക്കൊരു എഴുത്തെഴുതി വെച്ചിട്ട് അവളെ പ്രത്യക്ഷയായി. അവൾ മരിക്കാൻ പോവാണെന്നും
അവളുടെ മരണത്തിന് ഉത്തരവാദി അവളുടെ അച്ഛനും അമ്മയാണെന്ന് വരുന്ന കത്തിൽ. അതുപോലെ തന്നെ ഒരു കത്ത് അവൾ അവളുടെ അച്ഛനും അമ്മയ്ക്ക് അയച്ചിരുന്നു. അതിൽ അവളെ ഞാൻ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും കൊന്നിട്ട് അത് ആത്മഹത്യയാക്കാൻ നോക്കുകയാണെന്നുമായിരുന്നു. വികലമായ അവളുടെ മനസ്സിന്റെ പ്രതികാരങ്ങളായിരുന്നു അതെല്ലാം. പക്ഷേ അവളുടെ അച്ഛനും അമ്മയ്ക്ക് അവളുടെ അസുഖം മനസ്സിലായില്ല. അവളെ കാണാതായപ്പോൾ അവരാ എഴുത്ത് വിശ്വസിച്ചു. അവർ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അവരുടെ മകളെ സ്വത്തിന് വേണ്ടി ഞാൻ കൊന്നു കുഴിച്ചു മൂടിയത്രേ. തെളിവിനായിട്ട് അവളുടെ ആ എഴുത്തും. ഇപ്പൊ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്റെ ഭാര്യയല്ല, എന്റെ ജീവിതം തന്നെയാണ്. ഈ നന്ദിയും കടപ്പാടും എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. നന്ദിയും കടപ്പാടും ഒക്കെ എന്നോടല്ല, ദേ ഈ നിൽക്കുന്ന ഇവരോടാ വേണ്ടത്. എനിക്ക് നിങ്ങളാരെ അത്ര പരിചയമില്ല. പക്ഷേ നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരുടെ കയ്യിൽ വന്നു ചേർന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടിയത്. ഒരിക്കലും ഞാനൊന്നും മറക്കില്ല. ഇന്നും നാളെയും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അവളുടെ അച്ഛനും അമ്മയും ഇവളെ തിരിച്ചു കിട്ടി അറിഞ്ഞ നാളെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ നേരെ ചെങ്ങന്നൂർക്കായിരിക്കും പോവുക. അവിടെ അവരോടൊപ്പം കുറച്ച് ദിവസം താമസിച്ചിട്ടേ പിന്നെ ബാംഗ്ലൂർക്ക് മടങ്ങും. മഹേന്ദ്ര, എന്താ ഇത്? എത്ര നേരം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. എന്താ പോണ്ടേ? പോയേക്കാം. ഓക്കെ, കാണാം. താങ്ക് യു. ബൈ. ശരി, യാത്ര വന്നിട്ട് വരും. ഡോക്ടർ പറഞ്ഞു നിങ്ങളെയൊക്കെ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന്. ഒന്നും ഓർമ്മയോട് കൂടിയല്ല, ഒക്കെ എന്റെ രോഗത്തിന്റെ ഭാഗമായിട്ട് കണ്ട് പൊറുക്കണം, എല്ലാം മറക്കണം. വരട്ടെ. ഗോപാലകൃഷ്ണ എന്റെ കഴുത്തി കെട്ടിയ ആ താലി ഞാൻ തിരിച്ചു തരുന്നില്ല. അതെന്റെ കയ്യിലിരിക്കട്ടെ. ഓർമ്മയിലില്ലാത്ത എന്റെ ആ ഭ്രാന്തൻ നാളുകളുടെ ഓർമ്മയ്ക്കായിട്ട്. ഓക്കെ. ആറ്റിറമ്പിലാൽ മരത്തിൽ ചേക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ. മോഹമുള്ളു കൊണ്ടു നെഞ്ചിൽ ഏറ്റമുറിപ്പാടിനുള്ളിൽ നൊമ്പരങ്ങൾ മാത്രം നീക്കിവച്ചതാരോ. അമ്മ മനം തേങ്ങും തുടർക്കഥയോ കൺമണിയെ തേടും കടങ്കഥയോ. ഓ, എന്തൊരു സ്നേഹം! ഈ സ്നേഹം കണ്ടിട്ടാന്നാ തോന്നണേ ഹിന്ദിക്കാർ ദോസ്തി എന്നുള്ള പടം പിടിച്ചത്. ഹലോ, ഞാൻ മീരയാണ്. ഗോപാലകൃഷ്ണല്ലേ അവിടെ? എനിക്ക് ഗോപാലകൃഷ്ണനെ ഒന്ന് കിട്ടണം. അയ്യോ ഗോപാലകൃഷ്ണ, എഴുന്നേറ്റ് എഴുന്നേറ്റ്. അവൾക്ക് പിന്നെ മൊട്ടളിയെന്ന് തോന്നണേ. അവള് ഫോണിലൂടെ വിളിക്കുന്നു. ആ മീര. ഹലോ ഗോപാലകൃഷ്ണൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. ഇപ്പൊ തന്നെ എന്നെ കൊണ്ടുപോകണം. എനിക്ക് ഗോപാലകൃഷ്ണനോട് ജീവിച്ചാ മതി. എനിക്ക് ഇയാളെ വേണ്ട. ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കില്ല. മീരെ, നീ എന്തായി പറയുന്നത്? അയാളുടെ ഭാര്യയാണ് നീ. നീ അയാളുടെ കൂടെ ജീവിക്കേണ്ടവളാണ്. ഞാൻ നിന്റെ ആരുമല്ല. ഗോപാലകൃഷ്ണൻ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇതേ കയ്യിൽ പെട്രോളും തീപ്പെട്ടുമായിട്ട് നിന്നാ ഞാൻ വിളിക്കുന്നത്. ഈ പെട്രോൾ ഞാൻ എന്റെ ശിരസിലൂടെ ഒഴിക്കും. എന്നിട്ട് സ്വയം കത്തി ചാമ്പലാവും. മീരെ, അരുത്. അപകടം ഒന്നും കാണിക്കരുത്. ഞാനാ പറയുന്നത്. ഒന്നും പറയണ്ട. ഗോപാലകൃഷ്ണൻ വന്നില്ലെങ്കിൽ, അരമണിക്കൂറിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളയും.
ഹലോ ഹലോ